ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിലും എപ്പിസോഡിലും മുക്കിയ ഒരു ഭാഗം നിങ്ങളോട് പറയുകയാണ്. ഇന്നലെ ലൈവിൽ ആദില നൂറ ഇവരെ രണ്ടുപേരെയും കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. ഏകദേശം 1 മണിക്കൂറോ അതിൽ കൂടുതലോ അവർ ലൈവിലില്ല. എഡിറ്റഡ് വെർഷനാണ് ലൈവ്. അതിൽ 1 മണിക്കൂറിലധികം നമ്മൾ കണ്ടില്ലെങ്കിൽ യഥാർത്ഥത്തിൽ അതിലും കൂടുതൽ സമയം ഒരുപക്ഷെ അവർ ഹൗസിനകത്തില്ല എന്നർത്ഥം. എന്തിനാണ് ഇത്രയധികം സമയം അവരെ അകത്തേക്ക് കൊണ്ടുപോയത്? ഇവരോട് ഇത്രയധികം ചർച്ച ചെയ്യാൻ എന്താണ് ഇരിക്കുന്നത്? രണ്ടുപേരെയും വീണ്ടും ഒറ്റ മത്സരാർത്ഥിയാക്കാനുള്ള പ്ലാനാണോ ബിഗ് ബോസിന് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ എല്ലാവരും സംശയമായി പ്രകടിപ്പിക്കുന്നത്. കാര്യം 1 മണിക്കൂറിലധികം ഇവർ രണ്ടുപേരെയും വിളിച്ച് ബിഗ് ബോസ് കൺഫഷൻ റൂമിൽ ഇരിക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് പുറത്തുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് ബിഗ് ബോസ് ഇത്രയും സമയം ഇവരോട് സംസാരിച്ചത്? എന്തിനെ പറ്റിയായിരിക്കും ഒരു പക്ഷേ സംസാരിച്ചത്? രണ്ടുപേരെയും ഒരുമിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നു, രണ്ടുപേരോടും 1 മണിക്കൂർ സംസാരിക്കുന്നു, ലൈവ് കട്ട് ചെയ്യുന്നു. അപ്പോൾ ലൈവിൽ സ്വാഭാവികമായിട്ടും എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് കാണാനുള്ള അവകാശം പ്രേക്ഷകർക്കുണ്ടല്ലോ. ഇപ്പോൾ ഹിന്ദി ബിഗ് ബോസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ ഇഷ്ടമുള്ള ക്യാമറ ആംഗിൾ നോക്കിയിട്ട് അവിടെ എന്ത് നടക്കുന്നു കൃത്യമായി അറിയാൻ പറ്റും. എന്നാൽ മലയാളത്തിൽ ആ സൗകര്യം വരാത്തിടത്തോളം കാലം ആ 1 മണിക്കൂറിലധികം സമയം ഈ ആതിരയും നൂറയും കൺഫഷൻ റൂമിലിരുന്ന് ബിഗ് ബോസുമായി ചർച്ച ചെയ്തത് എന്ത് കാര്യമാണെന്നറിയാൻ പ്രേക്ഷകർക്ക് അവകാശമുണ്ട്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം ലൈവിലും എപ്പിസോഡിലും ഈ ഭാഗം കട്ട് ചെയ്തു എന്നുള്ളതാണ്. അതിൻ്റെ അകത്തെ ഒരു സീൻ പോലും കാണിക്കുന്നില്ല. അപ്പോൾ എന്തായിരിക്കും അവർ പറയുന്നത്? ഈ ഒറ്റ മത്സരാർത്ഥിയായിട്ട് വന്ന ആദിലയും നൂറയും ഒരു വഴിക്ക് വെച്ച് 2 മത്സരാർത്ഥിയാക്കിയ ബിഗ് ബോസ് വീണ്ടും ഇവരെ ഒറ്റ മത്സരാർത്ഥിയാക്കാനുള്ള പ്ലാനാണോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.